ഞാനിവിടെ 2005-2010 മെമ്പറായിരുന്നു. അപ്പം നാട്ടുകാരെ പ്രദേശവാസികളെ എല്ലാം എനിക്കറിയാം. വഴികളെല്ലാം സുപരിചിതമാണ്. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം. പനച്ചിക്കാട് പഞ്ചായത്തിലെ 12ാം വാർഡ് സ്ഥാനാർത്ഥി ഒരു മാധ്യമപ്രവർത്തകയാണ്. ജനയുഗം പത്രത്തിന്റെ കോട്ടയം ബ്യൂറോ ചീഫ് സരിതാ കൃഷ്ണനാണ്. അവസാന മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിനിടെ നമ്മൾ കണ്ടുമുട്ടിയതാണ്. എങ്ങനെയുണ്ട്? ഒരു മാസത്തെ പ്രയത്നം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണല്ലേ? തീർച്ചയായും ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. പ്രവർത്തകരെല്ലാം നല്ല ആത്മവിശ്വാസത്തിലാണ്. പ്രദേശവാസികളും വാർഡിലെ ജനങ്ങളും അടക്കം നമ്മളോട് നല്ല സഹകരണത്തിൽ തന്നെയാണ്. അപ്പം തീർച്ചയായും ഇതെല്ലാം വോട്ടായിട്ട് തന്നെ വരും. നല്ല വിജയം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. പരസ്യപ്രചാരണം അവസാനിക്കാനുള്ള ഈ മണിക്കൂറുകളിൽ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സ്ലിപ്പുകളൊക്കെ കൊടുക്കുക, അങ്ങനെ അവസാന ആളുകളെ ഒരിക്കൽ കൂടി കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കാണോ? സ്ലിപ്പ് വിതരണം പൂർത്തിയായി കഴിഞ്ഞു. ഏതാനും ചില വീടുകൾ മാത്രമാണ് ഇപ്പം അങ്ങേ സൈഡ് പ്രവർത്തകർ കയറുന്നുണ്ട്. ഇപ്പം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് സ്ലിപ്പ് വിതരണം. വീണ്ടും ഞങ്ങൾ ലാസ്റ്റ് റൗണ്ട് ഇത് കഴിഞ്ഞിട്ട് വീട്ടുകാരെ എല്ലാം പ്രദേശവാസികളെ എല്ലാം ഒന്നുകൂടെ നേരിൽ കാണുന്ന വോട്ടുറപ്പിക്കുന്ന ഒരവസാനഘട്ട പ്രചരണത്തിലാണ്. മുമ്പ് ഒരു തവണ മെമ്പറായിട്ടുള്ള വാർഡ് തന്നെയാണല്ലേ? ഞാനിവിടെ 2005-2010 മെമ്പറായിരുന്നു. അപ്പം നാട്ടുകാരെ പ്രദേശവാസികളെ എല്ലാം എനിക്കറിയാം. വഴികളെല്ലാം സുപരിചിതമാണ്. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം. അത് കണക്കിലെടുത്ത് തന്നെയാണ് നമ്മൾ വീണ്ടും രംഗത്തേക്ക് വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. നമുക്ക് വ്യക്തിപരമായ അടുപ്പമുള്ള സ്ഥാനാർത്ഥിയാണ്. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് സരിതാ കൃഷ്ണൻ പങ്കുവെക്കുന്നത്. അഞ്ജു സുരേഷിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1 കോട്ടയം.